സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ സാധാരണ ചണ്ടാല ബാബ എന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ ആ പേരിൽ അറിയപ്പെടുന്ന ബാബാജിയുടെ അടുത്താണ് ഇപ്പോ നമ്മളുള്ളത്. കുറേ വിഷയങ്ങൾ ഒരുപാട് പേർക്ക് ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ, ഈ ആധ്യാത്മികമായ വിഷയങ്ങളിലെ പഠനങ്ങൾ, ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ജനങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഗുണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തൊക്കെ സേവനങ്ങൾ നമ്മുടെ ബാബാജിയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നൊക്കെ ഒന്ന് നേരിട്ട് അറിയാനായിട്ട് വന്നതാണ്. അപ്പോൾ അത് ബാബാജിയുടെ അടുത്ത് നേരിട്ട് ചോദിക്കാം. നമസ്കാരമുണ്ട്. ഇപ്പോൾ പഠനത്തെ കുറിച്ചൊക്കെ കാണാറുണ്ട്, ചില പോസ്റ്റുകളും വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഈ ആദിമാർഗം അല്ലെങ്കിൽ മലബാര സമ്പ്രദായം, മറ്റ് ശരിക്കും ശുദ്ധമായ സംവിധാനം, അല്ലെങ്കിൽ മറ്റേത് അശുദ്ധം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറഞ്ഞ്, അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ആൾക്കാർക്ക് വന്നാൽ അങ്ങേടുന്ന് പഠിക്കാൻ പറ്റും? സാധാരണ ഇപ്പൊ എന്നെ പോലത്തെ ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് പഠിക്കുന്നത് വെച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് പഠനമായിട്ടോ അല്ലെങ്കിൽ സേവനങ്ങളായിട്ടോ നമുക്ക് എന്തൊക്കെയാണ് സാധാരണക്കാർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? തീർച്ചയായും തീർച്ചയായും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളൊരു മാതൃകുല ധർമ്മരക്ഷ ആശ്രമം എന്ന ആശ്രമമാണ് നമ്മൾ സ്ഥാപിച്ചത്. അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രീ പടുവൻമഠം തന്ത്രവിദ്യാപീഠം, നമ്മൾ ജനിച്ച ഇതുമായി ബന്ധപ്പെട്ട പേരിൽ അറിയപ്പെടുന്ന തന്ത്രവിദ്യാപീഠമാണ്. ഈ തന്ത്രവിദ്യാപീഠത്തിൽ ഇപ്പോൾ വിവിധങ്ങളായിരിക്കുന്ന ദേവസ്വം ബോർഡുകൾ, സർക്കാരിൻ്റെ കീഴിൽ വരുന്ന, സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിൽ വരുന്ന ദേവസ്വം ബോർഡുകളിൽ ജോലി ചെയ്യാൻ ആവശ്യമായ, ശാന്തിവൃത്തി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ സിലബസ് പ്രകാരം ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന രീതിയിലുള്ള ക്ഷേത്രപൂജാ വിധാനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ശിവൻ, ശങ്കരനാരായണൻ, വിഷ്ണു, സുബ്രഹ്മണ്യൻ, കാളി തുടങ്ങുന്ന 9 മൂർത്തികളുടെ പൂജകൾ. ആ പൂജ എന്ന് പറയുമ്പോഴും ഒരു ക്ഷേത്രത്തിലെ ശ്രീഭൂത ബലി വരെ വരുന്ന ക്ഷേത്രം, കലശപൂജ അടക്കം വരുന്ന കാര്യങ്ങളോട് കൂടിയുള്ള പൂജ, അതുമായി ബന്ധപ്പെട്ട വേദസൂക്തങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഉപനയനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പൂണൂല് എല്ലാവർക്കും വേണമെന്നൊരു നിർബന്ധമില്ല, പഠിക്കാനും പൂണൂല് വേണമെന്നോ ഒന്നും നമുക്ക് നിർബന്ധമില്ല. ഭക്ഷണം നമ്മൾ കണ്ടീഷൻ പറയാറില്ല. പക്ഷെ ഒരു ക്ഷേത്രത്തിൽ ശാന്തിക്ക് പോകുമ്പോൾ ആ ക്ഷേത്രത്തിലെ വിധാനം അനുസരിച്ചിട്ട് തന്നെ ശാന്തിക്കാരൻ പ്രവർത്തിക്കണം എന്നുള്ളത് നിർബന്ധമാണ് താനും ഇവിടെ. അപ്പോൾ അങ്ങനെ പഠനത്തിന് യാതൊരു വിധം ജാതി ലിംഗ ഭേദമോ ഒന്നുമില്ല അവിടെ. അപ്പൊ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിക്കാൻ വേണ്ടി അത്തരം ക്ലാസ്സുകൾ, ദേവസ്വം ബോർഡ് അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ക്ഷേത്രപൂജാ വിധാനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ വാസ്തുവിദ്യ അറിയുമ്പോൾ ഗൃഹവാസ്തു, അപ്പോൾ ഒരു വീട് വെക്കാൻ ആവശ്യമായിട്ട് എന്തൊക്കെയാണോ അറിയേണ്ടത് ആ ഒരു വിദ്യ പഠിപ്പിക്കുന്നുണ്ട്. അതും തന്നെ ഈ എഞ്ചിനീയറിംഗ് നിയമങ്ങൾ വെച്ചിട്ട്, എഞ്ചിനീയറിംഗ് നിയമങ്ങളോട് ചേർത്തിട്ട്, ഇപ്പോൾ സാധാരണ ഒരു വാസ്തു ചെയ്യുന്ന ഒരാൾ ഒരു പ്ലാൻ വരച്ചപ്പോൾ എഞ്ചിനീയർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, എഞ്ചിനീയർ വരച്ചു കഴിഞ്ഞാൽ ഇയാൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതില്ലാതെ എഞ്ചിനീയറിംഗ് നിയമങ്ങളോട് ചേർത്തിട്ട് വാസ്തുവിദ്യ, ഗൃഹവാസ്തു പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നന്നായി പഠിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രവാസ്തു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദേവാലയ വാസ്തു സർട്ടിഫിക്കേഷൻ കോഴ്സ് ആയിട്ട് ചെയ്യണം. സർട്ടിഫിക്കറ്റ് കോഴ്സ് പറഞ്ഞാൽ വാസ്തുവിദ്യക്കൊന്നും സത്യത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് സംവിധാനത്തിലൊന്നും ജോലിയില്ല. ശാന്തിവൃത്തിക്കും അതുപോലെ തന്നെ ബാധ്യകലയ്ക്കൊക്കെ ഉള്ളൂ. ഇവിടെ ശാന്തിവൃത്തിക്ക് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ വാസ്തുവിദ്യയുടെ കോഴ്സുകളുണ്ട്. ഈ ദേവാലയ വാസ്തു ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന മനുഷ്യാലയ വാസ്തുവിനെ കുറിച്ച് ധാരണയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ നമ്മൾ ദീക്ഷാ സമ്പ്രദായങ്ങൾ ഈ ദശമഹാവിദ്യകളിൽ കാളി, താര, ചിന്നമസ്ത, ധൂമാവതി, ബാകളാമുഖി തുടങ്ങുന്ന ദശമഹാവിദ്യകളിലുള്ള ഉപദേശം, മന്ത്രോപദേശം, ദീക്ഷ, ഇഷ്ടമന്ത്രോപദേശം ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഇവിടെ സാമ്പ്രദായികമായിട്ട് തന്നെ ഗുരുപരമ്പരാ വിധാനത്തിൽ ഇപ്പോൾ ഭുവനേശ്വരി ആയാലും കാളി ആയാലും അല്ലെങ്കിൽ ശ്രീവിദ്യാ സമ്പ്രദായം, ശ്രീചക്ര ഉപാസന, ഇപ്പോൾ ലളിതാ സഹസ്രനാമമൊക്കെ അറിയുണ്ടാവും, അതുമായി ബന്ധപ്പെട്ടുള്ള ശ്രീചക്ര ഉപാസന, അതിൻ്റെ ദീക്ഷകൾ ഒന്നൊരു ദിവസത്തിലല്ല, അതിനൊക്കെ സമയവും കാലാവധിയുണ്ട്. ആ രീതിയിൽ ഏത് സമ്പ്രദായം, ദക്ഷിണമാർഗത്തിലും വാമമാർഗത്തിലും, ദക്ഷിണമാർഗം കൗള സമ്പ്രദായം, ഏത് വിധത്തിലാണെങ്കിലും ഈ വിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഓൺലൈനും ഓഫ്ലൈനായിട്ടും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ദീക്ഷയ്ക്ക് നേരിട്ട് വരണം. ഏത് ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും, ഇപ്പോൾ ഉപാസന പാരമ്പര്യം അടക്കം ഓൺലൈനിലുണ്ട്, പക്ഷെ ദീക്ഷ നേരിട്ട് തന്നെ. അതായത് ശ്രീവിദ്യ, ഇപ്പൊ ഷോഡശാക്ഷരി എന്ന് പറയുന്ന ശ്രീവിദ്യ പൂർണ്ണമായിട്ടുള്ളത് ദീക്ഷയായിട്ട് കൊടുക്കുകയും അതിന്റെ പൂജാ വിധാനങ്ങൾ പഠിപ്പിക്കുകയല്ല, അങ്ങനെ മൊത്തം കോഴ്സായിട്ട് എല്ലാം. നമ്മളിപ്പോ ഭുവനേശ്വരി സമ്പ്രദായത്തിന്റെ ക്ലാസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. പല നായർ തറവാടുകളിലും ഭുവനേശ്വരി ഉണ്ടായിരിക്കും. മറ്റുള്ളവർക്കുണ്ട്, പക്ഷെ പ്രധാനമായിട്ട് നായന്മാർ, ഈഴവ സമുദായങ്ങൾ, തീയ സമുദായത്തിൽ. അപ്പൊ അവർക്കൊക്കെ എന്താ വെച്ചാൽ പലതും ഇത് കണക്ഷൻ വിട്ടു പോയിട്ടുണ്ട്. അവർക്ക് ഈ വിധി പ്രകാരം ഈ പറയുന്ന പീഠത്തിലോ അല്ലെങ്കിൽ വരച്ചിട്ടോ, നിലത്ത് വരച്ച കുങ്കുമം കൊണ്ടോ ചന്ദനം കൊണ്ടോ വരച്ചിട്ടോ ഒക്കെ ആവരണ വിധാനത്തിൽ തന്നെ പരമ്പരാഗത രീതിയിൽ ശ്രീചക്ര ഭുവനേശ്വരി പൂജ ചെയ്യുന്ന ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ കാളി
പൂജ സാധാരണക്കാർക്ക് ഗുരുതി അടക്കം ചെയ്തതിൽ പല വീട്ടിലും കാളി ഉണ്ടാവും, പക്ഷെ പൂജിക്കാൻ അറിയണ്ടല്ലോ, പുറത്തുനിന്ന് ആളെ കൊണ്ടുവരും. അപ്പൊ അതൊക്കെ ചെയ്യാൻ അത് ഓൺലൈൻ തന്നെയാണ് ക്ലാസ് ഉള്ളത്. അപ്പൊ അവർക്ക് ഇതാണ് ഇത്, ഉപദേശത്തിന് നേരിട്ട് വരണം. പിന്നെ കൂടാതെ ഈ നമ്മളിപ്പോ ശ്രീവിദ്യയിലൊക്കെ ആവുമ്പോൾ അത് ക്രമദീക്ഷാ സമ്പ്രദായമാണ്. ഇപ്പൊ മലവാരത്തിലും ക്രമസേവയാണ് ഉള്ളത്. അപ്പൊ ഈ ക്രമസേവ ഉള്ളിടത്തൊക്കെ എന്താ വെച്ചാൽ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇപ്പൊ ശ്രീവിദ്യ മന്ത്രം വരെ 3 വർഷത്തെ കോഴ്സായിട്ടാണ് ചെയ്യുന്നത്. 6 മാസമാണ് ഒരു മന്ത്രത്തിന്റെ കാലാവധി വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും അവർ ആ മന്ത്രം പറഞ്ഞ സംഖ്യ തീർത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ അവർക്കൊരു ക്ലാസ് മാസത്തിൽ 2-3 ക്ലാസ് ഉണ്ട് അവർക്ക് ഓൺലൈനായിട്ട് സത്സംഗം ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യുകയും 6ാം മാസത്തിൽ നമ്മൾ നടത്തുന്ന ടെസ്റ്റിൽ അവർ വിജയിച്ചാൽ മാത്രമേ ഉള്ളൂ അവർക്ക് അടുത്ത മന്ത്രോപദേശം കൊടുക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. സ്റ്റെപ്പ് ബൈ തീർച്ചയായിട്ടും ഗണപതി ബാല അങ്ങനെ തന്നെയാണ് പോകുന്നത്. വെച്ചാൽ ഈ പറഞ്ഞ ഗണപതി ഈ ശക്തി പഞ്ചാക്ഷരി നവാക്ഷരി ബാല ഗണപതി ബാല, പിന്നെ കൂടാതെ മാതങ്കി, പിന്നെ ശ്യാമള വാരാഹി, പഞ്ചദേശി, ഷോഡശിയോ മഹാഷോഡശിയോ ഒക്കെ പിന്നീട് യോഗ ഉള്ളവർക്ക് മാത്രം ഉള്ളതാണ്, എല്ലാവർക്കും ഉള്ളത്. അത് പക്ഷെ അങ്ങ് പറയുന്ന പോലെ കർശനമായി കൃത്യമായിട്ട് ഇത് പഠിച്ചു പോകാൻ ഷോഡശിയിലേക്ക് കിടക്കാം. അതെന്താ വെച്ചാൽ ഷോഡശിയുടെ കാര്യം രാജന്തേജ ശിരോദേന ഷോഡശിദേയം, അത് അങ്ങനെ എല്ലാവർക്കും കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അതവർ കൃത്യമായിട്ട് അവരെ കഴിവ് തെളിയിക്കണം. മറ്റത് ശ്രീവിദ്യ വരെ അവർക്ക് ഇത്തരം ഒരു ടെസ്റ്റിലൂടെ അവർ പരിപൂർണമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കും. ശ്രീവിദ്യ വരെ എന്ന് പറയുന്ന സമയത്ത് പഞ്ചദേശിയാണ്, പഞ്ചദേശി കൊടുക്കും. പഞ്ചദേശി വരെയുള്ളത് ശ്രീവിദ്യ തന്നെയാണ്. പഞ്ചദേശിയാണ് ശ്രീവിദ്യ. അപ്പൊ പിന്നെ ഷോഡശി മറ്റേ അത് അതിന്റെ ഉപരിയാണ്. പരയെ എങ്ങനെ പരയാണ് ഷോഡശി എന്ന് പറയുന്നത്. 16ാമത്തെ അക്ഷരം പരിപൂർണമാണ്. അപ്പൊ ചന്ദ്രന്റെ ഉദ്ദേശങ്ങളിൽ 16ാമത്തെ പൂർണ്ണതയാണ്. അതാണ് പൂർണ്ണാഭിഷിക്തൻ, പൂർണ്ണാഭിഷിക്ത എന്നൊക്കെ പറഞ്ഞ അതിന്റെ ഭാഗമാണ്. ഇത് ഒരു അങ്ങയുടെ ഗുരുപരമ്പരയിൽ നിന്ന് അങ്ങനെ പരമ്പരയായിട്ട് തന്നെ. അത് തീർച്ചയായും ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ആദിനാഥനാണ്. ശിവനെ ആദിനാഥൻ എന്ന് വിളിക്കുക. ആദിനാഥനാണ് ആദ്യത്തെ ഗുരു. ആ ആദിനാഥനിൽ നിന്ന് തുടങ്ങിയിട്ട് 239ാമത്തെ കണ്ണി മുറിയാത്ത ഒരു ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചാര്യൻ പിൻപറ്റുന്ന ഗുരു എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ നമ്പർ 239. ഇത് കണ്ണി മുറിഞ്ഞിട്ടേ ശിവനും ശക്തിയും ഒക്കെ ആയിട്ട് വരുന്ന ആ പരമ്പരയിൽ അങ്ങനെ വന്നു പോകണം. ഭാസ്കരായ മകിൽ നിന്നൊക്കെ വന്നിട്ട് 239ാമത്തെ നമ്പറാണ് നമ്മളുടെ ഗുരുസംഖ്യ എന്ന് പറയുന്നത്. ഞങ്ങൾ ഇതിൽ കണ്ണി മുറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് നല്ല നമ്മളെ പോലെ പലരും ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മള് അത്ര ഒരു സംഖ്യയിലുള്ള ഒരാളാണ്. അങ്ങയുടെ ഗുരുവിനെ കുറിച്ച് പറയാം. നമ്മുടെ ഗുരു എന്ന് പറഞ്ഞാൽ വടകരയുള്ള ഒരു മാതാവാണ്, ഒരു മാതാജിയാണ്. അവധൂതത്വം കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ്. എന്നാലും ഒരു ഗൃഹസ്ഥാശ്രമി ആണ് അമ്മ. പക്ഷെ ഇപ്പൊ എല്ലാം ഇതായിട്ട് അമ്മ സൈലന്റ് ആയിട്ടിരിക്കും. അമ്മയും പുറത്ത് അങ്ങനെ വല്ലാണ്ട് ആരും പേര് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. എന്നാലും വടകരയിലുള്ള അമ്മയാണ്. അങ്ങ് ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടോ വിഷമമൊക്കെ ഉള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് വേണ്ടി പൂജയൊക്കെ ചെയ്തിട്ട് അവരെ അതിന് രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ ആശ്വാസം കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞൊരു വളരെ സാധാരണക്കാരനായ ഒരാള് അങ്ങനെ ഒരു എന്താ പറയാ മാനസികമായിട്ടൊക്കെ തകർന്നു നിൽക്കുന്ന ഒരാൾ വന്നാൽ എന്താണ് നമുക്ക് ഇതിലൊരു ഓപ്ഷൻ? അങ്ങക്ക് എന്താണ് അത് ചെയ്തു കൊടുക്കാൻ പറ്റുക? തീർച്ചയായും അത്തരം ആളുകള് ജാതി ലിംഗ ഭേദം ഇല്ലാണ്ട് അല്ലെങ്കിൽ മതഭേദം ഇല്ലാണ്ട് പലരും വരുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ വരുന്ന സമയത്ത് ഇവിടെ എങ്ങനെയാ വെച്ചാല് ഏതെങ്കിലും രീതിയിൽ പുറത്തുനിന്ന് ഒരു ജ്യോത്സ്യന്റെ ഒക്കെ ഒരു ചാർത്തുമായിട്ട് വരികയാണെങ്കിൽ അതിന്റെ പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഏത് പരിഹാരമായാലും ശരി, അതിൽ ഏത് വിധാനത്തിലുള്ള പൂജാപാരം സമ്പ്രദായം ആണെങ്കിലും ഇവിടുന്ന് ചെയ്തു കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ തേടി വരുന്ന അങ്ങേക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു മുറ ഇരിക്കുന്നത് കാണാൻ പറ്റും. ആ മുറത്തിന്റെ രീതി അനുസരിച്ചിട്ട് നമ്മൾ ആ മുറത്തുനിന്ന് കുറച്ച് നെല്ലെടുത്തിട്ടിട്ട് ആ നെല്ല് നമ്മളോട് സംസാരിക്കും. ആ സംസാരിക്കുന്ന വെച്ചാൽ ഇവരുടെ ദോഷം എന്താണെന്ന് കണ്ടെത്തും ഫസ്റ്റ്. ആ ദോഷം കണ്ടെത്തിയിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇവരിപ്പോൾ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്, അതിന് ഇന്നതാണ് പരിഹാരം എന്ന് പറയും. അധികവും കുലദേവതാ ദോഷങ്ങളൊക്കെ ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ പറയും. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു പരിഹാരം. ചിലർക്ക് ഇത് കാര്യസാധ്യങ്ങളായിരിക്കും. നിന്നെ കാണാൻ വന്നവരും ഞങ്ങൾക്ക് ജോലി കിട്ടണം, എൻ്റെ മകൾക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ രക്ഷയില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് ആവശ്യങ്ങൾ, അപ്പൊ ആവശ്യം നടത്താൻ വേണ്ടി കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ചിലരെന്താ വെച്ചാൽ ശത്രുക്കളെ കൊണ്ട് വലിയ സഹിക്കാൻ പറ്റാത്ത പോലെ അപ്പൊ പറയും എനിക്കൊരു ശമനം വേണം. അപ്പൊ അവർ ആ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഈ ഒരു നമ്മൾ ആ ഫോളോ ചെയ്യുന്ന സമ്പ്രദായത്തിന്റെ പ്രത്യേകത വെച്ചാൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന പോലെയാണ്. ദൈവം എനിക്ക് അത് വേണം അല്ലെങ്കിൽ മറ്റൊന്ന് സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈശ്വരൻ നടത്തി കൊടുക്കുന്ന പോലെ ഇവിടെ വന്ന ആരാണോ ശരണം പ്രാപിക്കുന്നേ അവർക്ക് ഏത് വിധേനയും ഒരു സ്തംഭനോ മരണോ ഉച്ചാടനോ ശാന്തിയോ വശ്യോ ഒന്നും ഭേദമില്ല. നമ്മളെ ഇവിടെ ആശ്രയിക്കുന്നവർക്ക് ഏത് വിധേനയും അവർക്ക് വേണ്ട സേവനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് പിന്നെയുള്ളത് വെച്ചപ്പോ ഈ ധർമ്മദേവതയും മറ്റുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാം നമ്മൾ ചെയ്യാമെന്നല്ല, എന്തെങ്കിലും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്നെ ഇവിടെ ഒരു പേപ്പറിൽ വരഞ്ഞു കുത്തി കുറിച്ചിട്ട് ഇന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് അത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. ഇനിയിപ്പോ കുലദേവതയൊക്കെ അവർക്ക് തന്നെ ഉപാസിക്കണം ചെയ്ത് കൊടുക്കും. അല്ലാണ്ട് പരിഹാരം ആവാഹനം പോലെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചില മന്ത്രങ്ങൾ ചോദിച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ തീരും.
അപ്പൊ ആ മന്ത്രങ്ങൾ പിന്നെ മന്ത്രം ജപിച്ചാൽ മതി എന്നുള്ളത് കൊടുക്കും. കൂടാതെ ഇവിടുന്ന് നമ്മൾ നമ്മുടെ തപോബലം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ നാണയെങ്കിലും എടുത്ത് കയ്യിൽ കൊടുക്കും. ആ നാണയം വീട്ടിൽ ഭദ്രമായിട്ട് വെക്കാൻ പറയും. വെറും നാണയമല്ല, അതിന്റെ സംവിധാനം ഉണ്ട്. അപ്പൊ അത് വീട്ടിൽ വെക്കാൻ പറയും, അല്ലെങ്കിൽ ഓഫീസിലോ വണ്ടിയിലൊക്കെ വെക്കാൻ പറയും. അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അത് ഈ ഒരു മന്ത്രപൂർവ്വം അല്ലെങ്കിൽ കർമ്മം അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ ഈ രീതിയിൽ ഉപദേശം കൊടുത്തിട്ടോ എങ്ങനെയാ അവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ. അതുകൊണ്ടാ പറഞ്ഞത് ഏത് സമ്പ്രദായം, ഇപ്പൊ ദക്ഷിണമാർഗ ബ്രാഹ്മണിക് പൂജ ആയാലും നോൺ ബ്രാഹ്മണിക് പൂജ ആയാലും ശരി, സമ്പ്രദായം ഏതെന്നുള്ളതല്ല, ഏത് വിധേനയും മുന്നിലെത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ വന്നാൽ ഒരു ഉറപ്പാണ് ആശ്വാസം. തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ ആശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും പറയും, വിശ്വാസത്തോടു കൂടി മാത്രം വന്നാൽ മതി. സംശയത്തിൽ ആരും വരണ്ട. സംശയിച്ചാൽ ഫലം ഉണ്ടാവില്ല. അത് ആരുടെ കാര്യം അങ്ങനെ. പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉപാസിക്കപ്പെടുന്ന ആ ദേവചൈതന്യങ്ങള്, മന്ത്രമൂർത്തികള്, അവരെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചെയ്തു കൊടുത്തായിട്ടാണ് നമ്മുടെ അനുഭവം. നമുക്ക് മറ്റുള്ളവർ പറഞ്ഞില്ലല്ലോ, നമുക്കല്ലാണ്ട് കമ്പനി പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു പറയാൻ പറ്റില്ല. മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു മറുപടി എന്ന നിലയ്ക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമുക്കിവിടെ നേരിട്ടുകൊണ്ട് ഒരു ദോഷമൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നും കൂടി ഒരാള് ഒരു ക്രിയ ചെയ്തതിന്റെ ഭാഗമായിട്ട് കാലത്ത് വിളിച്ചു പറയുന്നത് അത് പോസിറ്റീവായി എന്നാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് മറ്റൊരു മതത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ് വിളിച്ചു പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ആ രീതിയിലാണ്. അപ്പൊ വിശ്വസിച്ച് വരിക, വിശ്വസിച്ച് വന്നിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ, ഇപ്പൊ എല്ലാവർക്കും ഒരു രീതിക്കൊന്നുമല്ല, സാമ്പത്തിക സ്ഥിതിയൊക്കെ വ്യത്യസ്തമായിരിക്കാം. അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടത്തിയിട്ട് അവർക്ക് പോവാം. അതിനുള്ള കാര്യങ്ങളിലൂടെ ചെയ്യും. അപ്പൊ ഈ പൂജാ പഠനം ഈ വക സംഭവങ്ങൾ, ഈ പൂജാ പഠനത്തിന്റെ കോഴ്സ് തുടങ്ങി വെച്ചിരിക്കുന്നു ഓൾറെഡി. പൂജാ പഠനം ഇപ്പൊ ഡയറക്റ്റ് ക്ലാസ് ഉണ്ട്. 2ാം ശനി ഞായറും ഡയറക്റ്റ് ക്ലാസ്, ക്ഷേത്രപൂജന്റെ ക്ലാസ് നടക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. നമ്മൾ എങ്ങനെയാ വെച്ചാൽ ചില നിശ്ചയിച്ച ഫീസുകൾ ഉണ്ട് എല്ലാ പൂജാ പദ്ധതിക്കും. പക്ഷെ ചിലപ്പോൾ ചില ആളുകൾ ഉണ്ടാവും ഞങ്ങൾക്ക് ഫീസ് തരാൻ കഴിയില്ല എന്നുള്ളത് ഉണ്ടായിരിക്കാം. ഫീസ് തരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഒന്നുകിൽ ഒരു സേവനമായിട്ട്, കാരണം വിദ്യ കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ഗുരുസേവ ചെയ്യണം, അല്ലെങ്കിൽ ധനം കൊടുക്കണം, അല്ലെങ്കിൽ മറ്റൊരു അറിവ് കൊടുക്കണം. അറിവ് എന്തായാലും ഇവിടെ വാങ്ങുന്നില്ല, ബാക്കി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇതിൽ തന്നെ എന്താ വെച്ചാൽ ചിലപ്പോൾ ഒട്ടും സേവനത്തിന് വരാൻ പറ്റില്ല, പഠിക്കണമെന്ന് മാത്രമാണെങ്കിൽ പോലും അയാൾക്ക് പഠിക്കാനുള്ള ത്വരയുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ തന്ന ഫീസ് കൂടി തിരിച്ചു കൊടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഓൺലൈൻ ക്ലാസ്സിന് വ്യത്യാസ ഫീസ് ഉണ്ട്, അല്ലാതെ ഫീസ് സംവിധാനങ്ങളുണ്ട്. എല്ലാ ക്ലാസ്സുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ എവിടെയൊക്കെ അങ്ങനെ ഈ പൂജാ പഠനത്തിനൊക്കെ ഇപ്പോ എന്താ വെച്ചാൽ മലപ്പുറത്ത് നമുക്ക് കുട്ടികളില്ല. മലപ്പുറത്ത് നമുക്ക് സെന്റർ ഉണ്ട്. മലപ്പുറത്ത് നിലമ്പൂര് ഭാഗത്ത് വേണമെങ്കിൽ നമ്മൾ ക്ലാസ് തുടങ്ങാനുള്ള സൗകര്യം നമുക്കായിട്ടുണ്ട്. പിന്നെ കൂടാതെ പാലക്കാട് ശ്രീകൃഷ്ണപുരം ഭാഗത്ത് ക്ലാസ് നടത്താൻ, പിന്നെ അട്ടപ്പാടിയിൽ നമുക്ക് ആശ്രമമുണ്ട്, അട്ടപ്പാടിയിൽ വന്ന് പഠിക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് ദൂരേ ഉള്ളൂ, സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് വേണം. ഇപ്പോൾ വളർക്കാവ് ഭാഗത്ത്, ഇവിടെ അഞ്ചേരി ഹൈസ്കൂളിന്റെ സമീപത്ത് തന്ത്രവിദ്യാപീഠം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടി സൗകര്യം, തൃശ്ശൂരാകുമ്പോൾ താമസിച്ച് പഠിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 3 ജില്ലയിലാണ് നമുക്ക് ക്ലാസ്. അപ്പൊ സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന വിഷയങ്ങളിലേക്ക് എത്തിക്കാൻ എളുപ്പമാണ് ഇവിടെ വന്ന് അങ്ങനെ കണ്ടാൽ. തീർച്ചയായിട്ടും അതുകൊണ്ട് ഓൺലൈനിൽ വേണമെങ്കിൽ വീട്ടിലിരുന്നിട്ടും പഠിക്കാം. അത് സ്ത്രീ പുരുഷ ഭേദവും ഇല്ല കേട്ടോ. സ്ത്രീ പുരുഷ ഭേദം ഒന്നിനും ഇല്ല. അതാ പറയണത്. ഇപ്പൊ കുലദൈവങ്ങളെ പൂജിക്കണമെങ്കിലും, അല്ല വലിയ ക്ഷേത്രങ്ങളിൽ അർച്ചകനാവണം, പൂജാരി ആവണമെങ്കിലും, ആത്മീയമായിട്ടുള്ള അറിവുകൾ, വ്യത്യസ്ത സമ്പ്രദായങ്ങളെ അറിയണമെങ്കിലും ഒരു അഭയകേന്ദ്രമായിരിക്കണം എല്ലാ കാലത്തും മാതൃകുല ധർമ്മരക്ഷാശ്രമവും പടുവൻമഠം തന്ത്രവിദ്യാപീഠവും എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു സ്വപ്നം. അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ആത്മീയതയുടെ ആ തലങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഇവിടെ വരാം, പരിപൂർണത ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളുടെ പരിപൂർണമായ ബോധ്യം. എന്തായാലും പൂജ പഠനം നടത്തണമെന്ന് ആഗ്രഹമുള്ളവര്, മാത്രമല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ചാനലിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇദ്ദേഹം ഏർപ്പാട് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരാണെങ്കിലും അവൈലബിൾ ആണ് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം. എന്തായാലും ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാനും അങ്ങ് ഈ സമയം ചെലവഴിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. സന്തോഷം. നമസ്കാരം. നമസ്കാരം.